ജയശ്രീ കേരള കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ഗ്രീൻ ചില്ലി ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ വളരെ രുചികരവുമായ ഒരു ചിക്കൻ കറിയാണ് ഇത്. ആദ്യം തന്നെ ഇതിനു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ 2 സവാള, 4 പച്ചമുളക്, 1 പിടി അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് പുതിനയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായി ഇവയെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. നന്നായി കഴുകിയെടുത്ത 1/2 കിലോ ചിക്കനിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് 1 കപ്പ് തൈരും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉപ്പും മുളകും പിന്നെ തൈരിൻ്റെ പുളിയും മറ്റും ചിക്കനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കേണ്ടത്. ഈ സമയത്ത് ഒരു കടായിൽ 1/4 കപ്പ് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, കച്ചോലം, 2-3 പച്ചമുളക് കീറിയത് എന്നിവയിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എന്നുള്ളതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. കുക്കറിൻ്റെ സ്റ്റീം പോയതിന് ശേഷം കുക്കർ തുറക്കാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഹൈദരാബാദി ഗ്രീൻ ചില്ലി ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറിയാണിത്.